ഉയർന്ന മണൽത്തിട്ടയിൽ അയാളും അവളും ചേർന്നിരുന്നു. കൈകളും വിരലുകളും തമ്മിൽ കോർത്ത് അവർ കവിതകൾ നെയ്ത് കൂട്ടി. അയാളുടെ നനത്ത ഉപ്പുരസം കലർന്ന പൂഴിമണ്ണ് കുടഞ്ഞ വിരലുകൾ അയാൾ അവളിലേക്ക് നീക്കി വെച്ചു. പിടയ്ക്കുന്ന കണ്ണുകളാൽ അവൾ സച്ചിയെ നോക്കി. അയാൾ മണൽത്തിട്ടയിൽ കൈകൾ വിശ്രമത്തിനെന്നതുപോലെ മലർത്തി വെച്ചു. അവൾ അയാളുടെ കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങി പോകുന്നുണ്ടായിരുന്നു. യാന്ത്രികമായി അവളുടെ കൈ അയാളുടെ കൈ ഒരു മെത്ത കണക്കാക്കി വിശ്രമിച്ചു. പതിയെ മണൽ പുതഞ്ഞ വിരലുകൾ തമ്മിൽ കോർത്ത് പിടിച്ചു. കമലയുടെ ഉള്ളിൽ ഏറെ തൂടി കൊട്ടുന്നുണ്ടായിരുന്നു. തൻ്റെ വിരലുകൾക്ക് എന്ത് തണുപ്പാടോ? അയാൾ അവളുടെ വിരലുകൾ തന്ത്രി മീട്ടുന്ന കണക്ക് താളമിട്ടുകൊണ്ട് ചോദിച്ചു. ഏറെ പരവേശം വരുമ്പോൾ കൈ കുളിരാണ് മാഷേ, അവൾ തിരകളിലേക്ക് കണ്ണു നട്ടു പറഞ്ഞു. അയാൾ തൻ്റെ തോൾ സഞ്ചിയിൽ നിന്നും ക്യാമറയെടുത്ത് ദൂരെ ശ്രദ്ധ പതിപ്പിച്ച തീരത്തെ ചുംബിച്ചു പുലകിപ്പോകുന്ന തിരമാലകളെ ഒപ്പിയെടുത്തുകൊണ്ടിരുന്നു. ഇടയിൽ തന്നിൽ ചേർന്നിരുന്ന ചൂട് പകരുന്നവളെ തൻ്റെ കണ്ണുകളായി കൊണ്ടു നടക്കുന്ന ക്യാമറയിൽ പകർത്തി. സച്ചി അവൾക്കരികിലേക്ക് നീങ്ങി ഏറെ തൊട്ടിരുന്നു. എന്നാടോ ഈ കരിയെ കടൽ പുലുകുന്ന പോലെ താൻ എന്നെ പുലുകുന്നേ? അയാൾ കൈകൾ കോർത്തവളുടെ കണ്ണുകൾ തൻ്റെ കണ്ണുകൾക്ക് വേണ്ടി മാത്രമാക്കിക്കൊണ്ട് ചോദിച്ചു. മാഷേ, ഞാൻ ഏറെ പ്രണയിച്ചു പോകുന്നു, ഏറെയേറെ ആഴത്തിൽ. അവൾ അയാളുടെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു. കമല, എനിക്ക് ചുംബിക്കാൻ തോന്നുന്നു നിന്നെ. അയാൾ അവളുടെ കവിളുകളിൽ കൈവിരലുകൾ അമർത്തിക്കൊണ്ട് പറഞ്ഞു. വേം വരും എൻ്റെ മാഷേ. അവൾ അനുവാദത്തിനൊന്നും കാക്കാതെ അയാളുടെ തോളിലേക്ക് ചാഞ്ഞു. അയാളും തൻ്റെ മുഖം കാശെണ്ണം മണക്കുന്ന കറുത്ത മുടിച്ചുരുളുകളിലേക്ക് പൂഴ്ത്തി. മാഷ് എന്താ കവിത എഴുതാത്തേ? അവൾ തല ഉയർത്താതെ ചോദിച്ചു. അയാൾ തൻ്റെ വിരലുകൾ അവളുടേതുമായി കോർത്തുകൊണ്ട് പറഞ്ഞു. നീയാണെൻ്റെ കവിത. ഇനി ഞാൻ എന്തെഴുതാനാണ് കമല? ഇനി നീയാകുന്ന കവിതയിൽ ഞാൻ നിറഞ്ഞു തൂവുകയല്ലാതെ മറ്റൊരു കവിത എനിക്ക് രചിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. നീ ഞാനും ഒരു കവിതയെ മാറുന്ന നേരം മാത്രം ഞാനൊരു കവിത കൂടി എഴുതും. അങ്ങനൊരു ദിനം എന്നാകും മാഷേ? കമല ആശ്ചര്യത്തോടെ ചോദിച്ചു. താലി എന്നത് ഒരു തെളിവ് മാത്രമാണിടൂ. അതില്ലാതെയും ഒത്തിരി പേർ ഒന്നിച്ച് കഴിയുന്നുണ്ട് നമ്മുടെ ചുറ്റുപാടിൽ. അത് സാധ്യമല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു ചരടിന് ആവശ്യം വന്നേക്കും. നമ്മൾ ജീവിക്കുന്നതിനപ്പുറമുള്ള ലോകത്ത് താലിയുടെയോ സിന്ദൂര ചുവപ്പിൻ്റെയോ ബലമില്ലാതെ പരസ്പരം സ്നേഹവും ധാരണയുമായി ജീവിക്കുന്ന അനേകം കോടി മനുഷ്യരുണ്ട് കമലോട്ടിയെ. അയാൾ അവളുടെ താടിത്തുമ്പിൽ വെറുതെ എന്ന് പറഞ്ഞാൽ കള്ളമാവും. തൊടാൻ കൊതി തോന്നി. ഒന്ന് നുള്ളി. കമല സച്ചിയെ തന്നെ ഉറ്റുനോക്കിയിരിക്കുകയായിരുന്നു. എന്താണ് ഈ മനുഷ്യനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്? എന്തുകൊണ്ടാണ് ഇയാളെ ഇത്രയധികം ഞാൻ പ്രണയിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്? ഈ മനുഷ്യനിൽ മാത്രമായി ഒതുങ്ങിക്കൂടാൻ എന്തുകൊണ്ടാണ് ഉള്ളം തുടിക്കുന്നത്? ഉത്തരം കിട്ടാത്ത ഒത്തിരി ചോദ്യങ്ങൾ. പക്ഷേ എല്ലാത്തിൻ്റെയും ഉത്തരം ഒന്ന് മൂലം മാത്രമാണ്. എനിക്ക് അയാളോട് കടുത്ത പ്രണയമാണ്. താൻ എന്താ ചിന്തിക്കണേ? സച്ചി കമലയെ തട്ടിക്കൊണ്ട് ചോദിച്ചു. ഏയ് ഒന്നുമില്ല മാഷേ, ഓരോന്ന് വെറുതെ ചിന്തിച്ചിരുന്നു. കമല ദൂരേക്ക് നോക്കിയിരുന്നു പറഞ്ഞു. മാഷേ, പോവണ്ടേ നമുക്ക്? വീട് പിടിക്കാൻ നേരം വൈകും. മാഷക്ക് പിന്നെ തനിച്ചായണ്ട് എപ്പോൾ കയറി ചെന്നാലും കുഴപ്പമില്ല. ഞാനങ്ങനെയല്ലല്ലോ. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ, താനും പോന്നോളൂ. ഞാൻ ഒറ്റയ്ക്കും ആവില്ലല്ലോ. സച്ചി അവളുടെ മറുപടിക്കായി കാത്തു. പോന്നാൽ മാഷ് എന്ത് തരും ഈ പെണ്ണിന്? പെണ്ണ് പൂക്കുമ്പോൾ ഉടൽ നിറയെ ശലഭങ്ങളെ തരാം. അയാൾ കണ്ണുകളിലും ചുണ്ടുകളിലും പ്രണയം നിറച്ചുകൊണ്ട് അവളോട് മൊഴിഞ്ഞു. നിക്കി പോവാൻ തോന്നണില്ല മാഷേ. പാർസൽ കേട്ടിരിക്കാൻ, നിറയെ കേട്ടിരിക്കാൻ ഒക്കെ കൊതിയാണ്, ഏറെ കൊതി. കമല സച്ചിയുടെ കൈകൾ കവർന്നുകൊണ്ട് പറഞ്ഞു. എണീക്കാം, നമുക്ക് വീട് പിടിക്കണ്ടേ? സച്ചി മണ്ണിൽ തട്ടിക്കൊണ്ട് എഴുന്നേറ്റു. കൂടെ കമലയും. ഇനി എന്നാ ഇങ്ങനെയൊരു വരവ്? കമല നടക്കിനിടയിൽ ചോദിച്ചു. നമുക്ക് വരാടൂ. മാഷ് നാളെ കോളേജിലുണ്ടാവില്ലേ? അവൾ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് ചോദിച്ചു. ഉണ്ടാവൂലോ, സച്ചി സ്നേഹത്തോടെ പറഞ്ഞു. കാണാതെ എനിക്ക് വയ്യ മാഷേ. നിറയെ കാണാൻ കൂടെ പോന്നാൽ മതി. അപ്പോൾ എന്നും എപ്പോഴും കാണാലോ. കാലുകൾ മണ്ണിൽ പൂഴ്ത്തിക്കൊണ്ട് കമലയും സച്ചിയും നടന്നു. നടക്കുമ്പോൾ ഇരുവരുടെയും കൈകൾ തമ്മിൽ പ്രണയിച്ചു. ഇടയ്ക്ക് വിരലുകൾ തമ്മിൽ ഭ്രാന്തമായി ആലിംഗനം ചെയ്തു. കമല ഇടയ്ക്ക് അയാളുടെ കണ്ണുകളിലേക്ക് നോട്ടം പായിച്ചു. താൻ അവളെ ശ്രദ്ധിക്കുന്നെന്ന് തോന്നാതിരിക്കാൻ കമലയുടെ ദൃഷ്ടി പതിയുമ്പോൾ സച്ചി കണ്ണുകൾ മാറ്റി എവിടെയെങ്കിലും ഊന്നുവെക്കും. കമല നോക്കാത്തപ്പോൾ അയാൾ അവളുടെ കവിത ഒഴുകുന്ന കണ്ണുകളിലും ആദരങ്ങളിലും തൻ്റെ കൃഷ്ണമണികളെ നിരന്തരം മുഖം നിറയെ ഒഴുക്കി പരക്കാൻ നിർബന്ധം കാണിക്കും. തിരിച്ചു പോവാനുള്ള ബസ്സിൽ ഇരുവരും കയറിയിരുന്നു.
തൊട്ടു തൊട്ട് അവർ കിനാക്കൾ പങ്കുവച്ചു. തെരുവുകൾ വെളിച്ചങ്ങളാൽ പൂരിതമായിരുന്നു. മാഷേ, ഏറെ വൈകിയോ? നമ്മൾ കമല പുറത്തേക്ക് കണ്ണുകൾ പായിച്ചു. ഇല്ലടോ, ഇപ്പോൾ എത്തും. അയാൾ അവൾക്ക് ധൈര്യം പകർന്നു. ഏറെ മിണ്ടിയും പറഞ്ഞും കമലയും സച്ചിയും ബസ് ഇറങ്ങി. കമലയ്ക്ക് വീട്ടിലേക്ക് പോവാൻ ഒരു ബസ് കൂടി കയറണം. തനിക്ക് ഒറ്റയ്ക്ക് പോവാൻ ഭയമുണ്ടോ? കൊണ്ടുവന്ന് വിടണോ ഞാൻ? സച്ചി അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അവിടെ വരെ പോന്നാൽ സന്തോഷം. അത്ര നേരം വരെ എനിക്ക് മിണ്ടാലോ? അവൾ കണ്ണിൽ പ്രണയത്തിൻ്റെ പ്രകാശം വിതറിക്കൊണ്ട് ചോദിച്ചു. വേണ്ടെൻ്റെ മാഷേ, ഞാൻ പോയിക്കോളാം. മാഷ്ക്ക് ഇനി പോയിട്ട് വേണ്ടേ ഊണ് കാലാക്കാൻ? മാഷ് പോയിക്കോ, എത്തിയിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞോളാം. അവൾ അതും പറഞ്ഞ് അയാളെ എന്തോ മറന്നതുപോലെ എന്ന് നോക്കി. സച്ചി അടുത്തേക്ക് നീങ്ങി നിന്ന് തണുത്ത പതുപതുത്ത കമലയുടെ കൈകൾ പതിയൊന്ന് അമർത്തി. അവൾ തൃപ്തി അടഞ്ഞതുപോലെ മനോഹരമായ ഒരു പുഞ്ചിരി നൽകി ബസ്സിലേക്ക് കയറിയിരുന്നു. ബസ് കണ്ണിൽ നിന്നും മറയും വരെ സച്ചി അവിടെ തന്നെ നിന്നു. കമല വീട്ടിലെത്തി കൊള്ളിക്കഴിഞ്ഞ സന്ധ്യനാമം ചൊല്ലി മുറിയിലേക്ക് പ്രവേശിച്ചു. അവൾ കറുത്ത നനഞ്ഞ മൊടിയിഴകൾ കസാരയ്ക്ക് പിൻവശത്തേക്ക് വിടർത്തിയിട്ടു. മേശക്കരികിലെ ജനൽപ്പാളികൾ തുറന്നിട്ടു. പുറത്ത് ഇരുട്ട് കനക്കുന്നുണ്ട്. ആകാശത്ത് നക്ഷത്രങ്ങളില്ല, ചന്ദ്രശോഭ ഒട്ടുമില്ല. മഴയുടെ വരവറിയിച്ചുകൊണ്ട് ശീതക്കാറ്റ് അവളെ തഴുകി കടന്നുപോയി. മേശക്കരികിലെ ചെറിയ ടേബിൾ ലാമ്പ് കത്തിച്ചു വെച്ചു. കമല തൻ്റെ ബാഗിൽ നിന്നും സച്ചി കൊടുത്ത പുസ്തകം എടുത്തു നോക്കി. മാധവിക്കുട്ടിയുടെ പ്രണയ നോവലുകൾ. കമലയുടെ പ്രിയപ്പെട്ടവയിലെ മുൻനിരയിൽ സ്ഥാനം പിടിച്ചവ. മാധവിക്കുട്ടിയുടെ എല്ലാ നോവലുകളും കഥകളും ഒക്കെ കമലയ്ക്ക് മനഃപ്പാടമായിരുന്നു. ആമിയോടുള്ള അഭിനിവേശം, ആമിയുടെ വരികളോടുള്ള കടുത്ത ആരാധനയൊക്കെ അറിയുന്നത് മാഷിനാണ്. കമല ഓർത്തു. അപ്പോഴേക്കും പുറത്ത് വീടിൻ്റെ മുകൾ നിലയിലെ ഓടിന് മുകളിൽ മഴത്തുള്ളികൾ പെയ്തു തുടങ്ങിയിരുന്നു. അയാളുടെ കയ്യിലുള്ള മാധവിക്കുട്ടിയുടെ മുഴുവൻ പുസ്തകങ്ങളും അയാൾ കമലയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്തിരുന്നു. കമല ചെറുചീരിയുടെ പുസ്തകത്താളുകൾ മറിച്ചിട്ടു. ചെറിയ മഴപ്പാറലുകൾ കമലയുടെ മുഖത്തും ആമിയുടെ വാക്കുകളെയും നനയിച്ചുകൊണ്ടിരുന്നു. ഏറെ താളുകൾ മറിച്ചിട്ടപ്പോൾ ഒരു മയിൽപ്പീലത്തുണ്ടും ആലിലയും. അവൾ ചിരിച്ചുണ്ടവയെടുത്ത് തൻ്റെ ചുണ്ടുകൾ ചേർത്തു. അതവിടെ തന്നെ വെച്ചു. വീണ്ടും മറിച്ചിട്ടപ്പോൾ ഒരു കഷ്ണം കടലാസ്. കമല ഏറെ പുഞ്ചിരിയോടെ അതെടുത്ത് വായിച്ചു. കമല ആ വെളുത്ത കടലാസ് തൊണ്ട് തെളിഞ്ഞ മഞ്ഞ വെളിച്ചത്തിൽ മേശമേലുള്ള പുസ്തകത്തിൽ അമർത്തി വെച്ചു. മഴപ്പാറലുകൾ ആ കത്തുകളിൽ വീണ് വൃത്തിയടഞ്ഞു. കത്തിൽ സച്ചിയുടെ ചെരിഞ്ഞ നീണ്ട ലിപികളാൽ അയാൾ ഇങ്ങനെ കുറിച്ചിരുന്നു. എൻ്റെ കമല, അതിലുപരി എൻ്റെ പെണ്ണെ, ഞാൻ പ്രണയത്താൽ ഏറെ വശം കെട്ടു പോകുന്നുണ്ട്. ഇയാൾക്ക് പ്രേമമൂത്ത് ഭ്രാന്തായൊന്ന് തോന്നുന്നുണ്ടാവും തനിക്ക് അല്ലേ? എനിക്കിടയ്ക്ക് ഓരോ ഭ്രാന്തുണ്ടെന്ന് തനിക്കറിയാലോ. പക്ഷെ താൻ അങ്ങനെ ഒരു ഭ്രാന്ത് മാത്രമല്ല. എൻ്റെ ഉള്ളിലെ കവിതയാണ് നീ. നീയാണ് എൻ്റെ കവിതയിലെല്ലാം. ഇന്ന് ഞാൻ എഴുതുന്ന ഓരോ വരികളിലും നിറയുന്നത് നീ ഞാനും നിറയുന്ന പ്രണയമാവുന്ന പുഴയാണ്. ഞാനും നീയും കൂടിച്ചേരുമ്പോൾ രതിയുടെ മൂർധന്യഭാവമായിരിക്കും നമ്മുടെ പ്രണയത്തിന്. കമല മഞ്ഞ വെളിച്ചത്തിലും ഏറെ ചുവന്ന് തൊടുത്തിരുന്നു. അവൾ കത്ത് മടക്കി ബുക്കിൽ ഭദ്രമാക്കി വെച്ചു. അയാളുടെ ശബ്ദം കേൾക്കാൻ അവളുടെ കാതുകൾ അതിയായി മോഹിച്ചു. ഏറെ ക്ഷമ കെട്ടപ്പോൾ അവൾ മാഷെന്ന് പകർത്തി നമ്പറിലേക്ക് വിളിച്ചു. മറുഭാഗത്ത് ഏതോ കവിതയുടെ വരികൾ മൂളപ്പെട്ടു. ഏറെ നേരത്തിന് ശേഷം അയാളുടെ പതിഞ്ഞതും കുറുകിയതുമായ ശബ്ദം വെളിയിലേക്ക് വന്നു. ശബ്ദവീഴ്ചകൾ കയ്യിലെ ദൂരവാണിയിലൂടെ അവളുടെ കാതുകളെ ശീതീകരിച്ചു. മാഷ് ഉറങ്ങിയിരുന്നോ? അവൾ പതിയെ ചോദിച്ചു. ഉറങ്ങിയെങ്കിൽ പിന്നെ ഞാൻ മിണ്ടുവോ? തനിക്കറിയില്ലേ ഉറക്കം എനിക്ക് മസ്റ്റാണെന്ന്. അവൾ വെറുതെ ചിരിച്ചു. താൻ കത്ത് വായിച്ചല്ലേ? അയാൾ മധുരമായി ചോദിച്ചു. അവൾ മൂളുക മാത്രം ചെയ്തു. മാഷേ, മഴയുണ്ടോ? ഞാൻ നിന്നെ നോക്കിയിരിക്കുകയായിരുന്നു. എനിക്ക് മഴ നീയാണ് എന്നിൽ കോരിച്ചൊരിയുന്നത്. പലപ്പോഴും കുത്തി ഒഴുകി പോകുന്നത്, പേമാരിയാവുന്നത്, ചാറ്റലാവുന്നത്. അയാൾ അവളെ കൂടുതൽ ചുവപ്പിച്ചുകൊണ്ടിരുന്നു. താൻ കിടക്കാറായോ? സച്ചി ചോദിച്ചു. ഏയ്, മഴ കണ്ടിരിക്കുന്നു. ബുക്ക് മുന്നിൽ, പിന്നെ മാഷിൻ്റെ വരികളും. ഇരുവശങ്ങളിലും നിശബ്ദത. തിരുവാതിരയിൽ ശ്രീ പാർവതിയെ പെണ്ണെ, നീ രാത്രിയിൽ ആരെ തേടുന്നു? അയാൾ മൗനം ഭേദിച്ചുകൊണ്ട് അവളുടെ കാതിനരികിൽ വന്നു മൂളി. അവൾ മൂളുക മാത്രം ചെയ്തു. അറിയില്ല, ഞാനത്ര നീയായി മാറിയെന്നിരിക്കെ ഏകാക്കിയാം ഗ്രീഷ്മം. പറയില്ല, രാവെത്ര നിന്നെ ഓർത്തോർത്ത് ഞാൻ പുലരുവോളം മിഴിവാർത്തു. അവളുടെ ശബ്ദം അയാളുടെ കാതുകളിലെ നേരിയ രോമരാജിയെ കുളിരണിയിച്ചു.
പെണ്ണെ, ഈ മഴരാത്രികൾ മാത്രം മതി നമുക്ക് പ്രണയിക്കാൻ. അയാൾ അവളോട് മന്ത്രിച്ചു. ഞാൻ വല്ലാതെ പൂക്കുന്നു മാഷേ. അവളിൽ ചുവന്നു പടർന്ന നാണം കലർന്ന രക്തപ്പടർപ്പുകൾ ഏറെ ത്രസിച്ചു നിന്നു. നാളെനിക്ക് മാഷി നോക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, അത്രയേറെ. കമലയൊന്ന് നിർത്തി പറഞ്ഞു. വേണ്ട, ഞാൻ നോക്കിക്കോളാം. അയാൾ അവൾക്ക് ദൂരവാണിയുടെ പ്രണയത്തിൻ്റെ ചുടിച്ചുമ്പനം പറത്തി വിട്ടു. ആ മഴയുടെ തണുപ്പിൽ അവൾ അത്രയേറെ കൊതിച്ചിരുന്നെന്ന് അവൾക്ക് തന്നെ തോന്നിയിരുന്നു. ഇനി എനിക്കായി നീ എന്തു തരും? അയാൾ ഏറെ കുറുമ്പ് നിറച്ച് ചോദിച്ചു. എന്നെ? അവൾ നാണമുണ്ടെങ്കിൽ കൂടിയും പറഞ്ഞു. ശരിക്കും? അയാൾ വിശ്വാസം വരാത്തപ്പോൾ ചോദിച്ചു. ശരിക്കും. അവൾ ഒന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞു. മാഷേ, ഉറങ്ങണ്ടേ? രാവേറെ വൈകുന്നു. നാളെ കാണണമല്ലോ. അവൾ നേർത്ത ചിരിയോടെ ചോദിച്ചു. നാളെ കാണാനായി ഇന്ന് നമുക്ക് ഉറങ്ങാം അല്ലേ കമല? അയാൾ വീണ്ടും പ്രണയത്തിൽ ചാലിച്ചെടുത്ത ഉമ്മകൾ അവൾക്ക് വീണ്ടും നൽകിക്കൊണ്ട് അവളുടെ തിരിച്ചു തരലുകൾക്കായി ചെവിയോർത്തു. പലപ്പോഴും മാത്രമായിരുന്നു കമല സച്ചിക്ക് ഉമ്മകൾ സമ്മാനിക്കാറുണ്ടായിരുന്നത്. പക്ഷേ അയാൾ അവൾക്ക് കൊതി തോന്നുമ്പോഴെല്ലാം ഉമ്മകൾ സമ്മാനിച്ചു. രാത്രിയുടെ അനന്തയാമങ്ങളിൽ എപ്പോഴോ സച്ചിയും കമലയും ഉറക്കത്തിനെ കൂട്ടുപിടിച്ചിരുന്നു. സ്വപ്നത്തിൽ കമലക്കരികിൽ അയാളുണ്ടായിരുന്നു. അവളെ പുണരുന്നുണ്ടായിരുന്നു. അവരൊരു പുഴയായി മാറിയിരുന്നു. രാവിലെ എഴുന്നേറ്റ് പ്രഭാത കൃത്യങ്ങളിൽ മുഴുകുമ്പോഴും കമലയുടെ മനസ്സ് അയാൾക്കടുത്തു നിന്നും വ്യതിചലിച്ചിട്ടില്ലായിരുന്നു എന്നതാണ് സത്യം. ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും അയാളായിരുന്നു മനസ്സു നിറയെ. സ്വപ്നത്തിൽ സച്ചി അവളുടെ മേനിയിൽ കാണിച്ചു കൂട്ടിയ പ്രണയ കേളികൾ ഓർത്തപ്പോൾ കമല ഏറെ മുഖം പൊത്തി മറ്റുള്ളവർ കാണാതെ ഓർത്ത് ചിരിച്ചു. രാവിലെ കോളേജിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുമ്പോഴാണ് കലണ്ടറിലെ അക്കങ്ങളിലേക്ക് കണ്ണോടിക്കുന്നത്. ഇന്ന് ഫെബ്രുവരി 14, ലോക പ്രണയ ദിനം. സർവ്വ മനുഷ്യരും പ്രണയം പ്രകടിപ്പിക്കുന്ന ദിവസം. പ്രണയം ആദ്യമായി പറയുന്നവരും ആദ്യമായി പ്രണയിക്കുന്നവർക്കുമുള്ള ദിവസം. അവളും ഓർത്തു തൻ്റെ കാമുകൻ എന്നോർത്തപ്പോൾ അവൾക്കെന്തോ നാണം തോന്നിയിരുന്നു. വേഗം വസ്ത്രം മാറി കയ്യിൽ കറുത്ത കൊപ്പിവള കിലക്കവുമായി പ്രാതൽ കഴിക്കാനിരുന്നപ്പോൾ അവളുടെ മനസ്സിൽ ഇന്നെന്ത് താൻ അയാൾക്ക് സമ്മാനിക്കും എന്ന ചിന്തയായിരുന്നു. അവൾ കഴിച്ചെന്ന് വരുത്തി തൻ്റെ പുസ്തകത്തിൻ്റെ അലമാരിക്കടുത്തേക്ക് നടന്നു. അതിൽ നിറയെ പുസ്തകങ്ങൾ അടുക്കി വെച്ചിരുന്നു. മീരയും ഉറുബും തകഴിയും MDയും മാധവിക്കുട്ടിയും ഒക്കെ അതിൽ വിശ്രമിച്ചിരുന്നു. അവൾ പൊടുന്നനെ മീരയെ കയ്യിലെടുത്തു. പ്രണയത്തിനല്ലേ പ്രണയ സമീരെ എന്ന് പുറം ചട്ടമേൽ കനത്തിൽ റോസ് നിറത്തിൽ എഴുതി ചേർത്ത KR മീരയുടെ പുസ്തകം കയ്യിലെടുത്തു. അവൾക്കേറെ പ്രിയപ്പെട്ടവയിലൊന്ന്. അയാളിൽ അവളേറെ പ്രേമപരവശയാകുമ്പോൾ അവൾ ആ പുസ്തകത്തിൻ്റെ താളുകൾ മറിച്ചു നോക്കും. അതിലെ കണ്ണനും രാധയും അവളും അയാളുമായി മാറും. കാളന്തിയുടെ പുളിനങ്ങളിൽ അവരിരുവരും ആലിംഗനം ഭദ്രായിരിക്കുന്നത് ഓർത്തു മയങ്ങും. അവൾ ആ പുസ്തകം കയ്യിലെടുത്തു. തുടക്കത്തിൽ ഇങ്ങനെ കുറിച്ചു. എൻ്റെ മാത്രം മാഷിന്. അതെഴുതുമ്പോൾ അവളിന്ന് മന്ദസ്മിതം പൊഴിച്ചു. പുസ്തകത്തിൻ്റെ മധ്യഭാഗത്തായി അവൾ പിറക്കിക്കൊട്ടിയ ഇലഞ്ഞിപ്പൂക്കൾ വിതറി. ഒന്ന് ചുംബിച്ച ശേഷം പതിയെ മടക്കി തൻ്റെ ബാഗിലേക്ക് വെച്ചു. രാവിലെ സാധാരണ പോലെ നെറ്റിയിൽ ചന്ദനക്കുറിയുമായി അവളുടെ ആഗമനം അയാളുടെ കണ്ണുകൾക്ക് ആനന്ദമേകിക്കൊണ്ട് കടന്നുപോയി. അവൾ ക്ലാസ്സിലിരുന്നും അയാൾ പുസ്തകത്തിനിടയിലിരുന്നും അവർ മനസ്സുകൊണ്ടും കണ്ണുകൊണ്ടും പ്രണയം കൈമാറി. ഉച്ചയ്ക്കുള്ള ഒഴിവിൽ അവൾ തിരക്ക് കുറഞ്ഞപ്പോൾ ഒരു പുസ്തകവുമായി ലൈബ്രറിയിലേക്ക് നടന്നു. അയാളുടെ ഇരിപ്പിടത്തിൽ അയാളുണ്ടായിരുന്നില്ല. അവളൊന്ന് കണ്ണോടിച്ചു. ആർക്കോ വേണ്ടി അയാൾ അലമാരയിൽ പരതുകയായിരുന്നു. എന്തൊക്കെയോ ചുണ്ടനക്കുന്നുമുണ്ട്. അവൾ താഴേക്ക് നോക്കിയെന്ന് ചിരിച്ച് ബുക്ക് മേശമേൽ വെച്ച് മറ്റൊരു ഷെൽഫിനടുത്തേക്ക് പോയി. കണ്ണിനെ പിടിച്ചത് കണ്ടതുപോലെ അവളൊരു പുസ്തകം എടുത്തു. അയാൾ പുസ്തകം എടുത്ത് കൊടുത്ത് അവൾക്കരികിലേക്ക് നടന്നു. അവൾ ചുറ്റുമൊന്ന് നോക്കി. ആരുമില്ല. അയാളൊരു പുസ്തകം എടുത്ത് മറിച്ചുകൊണ്ട് അവളോട് അടക്കി പറഞ്ഞു. വൈകിട്ട് പെട്ടെന്ന് പോവാതെ ആ മരച്ചോട്ടിൽ നിൽക്ക്, ഞാനെത്തിക്കോളാം. അവൾ മധുരമായി ചിരിച്ചുകൊണ്ട് തലയനക്കി. അവളെടുത്ത പുസ്തകം കയ്യിൽ കൊടുത്തു. വിരലുകൾ തമ്മിലൊന്ന് സ്പർശിച്ചുവോ? തണുപ്പ് രണ്ടുപേരുടെയും അങ്കുലികങ്ങളിലും പടർന്ന പോലെ. അയാളത് രേഖയിൽ ചേർത്ത് തിരിച്ചു നൽകി തലയാട്ടി. അവളും അത് മനസ്സിലായി എന്നോണം തിരിച്ചു അതേപടി ചെയ്ത് നടന്നകന്നു. സായാഹ്നം അയാൾക്കും അവൾക്കും വേണ്ടി ഇളവിയിൽ പൊഴിച്ചു നിൽപ്പുണ്ടായിരുന്നു. അവൾ ഗുൽമോഹറിന് കീഴിൽ അയാൾക്ക് വേണ്ടി കാത്തു നിന്നു. കയ്യിൽ പ്രണയ ചുവപ്പാർന്ന ഗുൽമോഹർ പൂക്കളുമുണ്ടായിരുന്നു. കോളേജിൽ എല്ലാവരും തന്നെ ഏറെ ഒഴിഞ്ഞിരുന്നു. ക്ലാസ് കുറച്ചധികം നേരം എടുത്തതുകൊണ്ട്
കമല പറഞ്ഞ നേരത്തിന് തന്നെയാണ് അവിടെ ചെന്നത്. ഗുൽമോഹറിന് കീഴെ രാവിലെ ഏറെ പ്രണയിതാക്കളുണ്ടാകും. പക്ഷെ വൈകുന്നേരങ്ങളിൽ അവരെല്ലാവരും തങ്ങളുടെ കാമുകിമാരെ അണച്ചു പിടിച്ച് വഴികളിലേക്ക് നടന്ന് നീങ്ങിയിട്ടുണ്ടാകും. അതുകൊണ്ട് മരത്തിനടുത്ത് കമല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സച്ചിത്തിൻ്റെ ലൈബ്രറി അടച്ച് താക്കോൽ സ്റ്റാഫിനെ ഏൽപ്പിച്ച് തൻ്റെ തോൾസഞ്ചിയും എടുത്തിറങ്ങി. ദൂരെ നിന്നും അവൾ അയാളുടെ വരവും കാത്തിരുന്നു. ഗുൽമോഹറിൻ്റെ ചുവന്ന പൂക്കളുടെ ദളങ്ങൾ വിരലുകളിൽ ചേർത്ത് അവൾ ഭംഗി ആസ്വദിച്ചു. പടിക്കെട്ടുകൾ ഇറങ്ങി വരുന്ന സച്ചിയെ കണ്ടപ്പോൾ തന്നെ അവളുടെ കറുത്ത നേത്രഗോളങ്ങൾ കണ്ണിലൂടെ അങ്ങ് ഓടി നടന്നു. അതിരങ്ങളിൽ അവൾ അറിയാതെ തന്നെ പുഞ്ചിരി തത്തിക്കളിച്ചു. മുഖമാകെ പ്രകാശം കൊണ്ട് പൂർണ്ണമായി. ഒത്തിരി നേരായോ താൻ നിൽക്കുന്നു? അയാൾ തൻ്റെ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അവളില്ലെന്ന് തലയാട്ടി. നടക്ക നാൽ. അയാൾക്കൊപ്പം തന്നെ അവളുടെ പാദങ്ങളും ചലിച്ചു. ഒരേ ഈണത്തിലും താളത്തിലും അവരൊരുമിച്ച് നടന്നു. എന്താ നിൽക്കാൻ പറഞ്ഞു മാഷേ? അവളായിരുന്നു മൗനം ഭേദിച്ചത്. ഏയ് തന്നെന്ന് കാണാൻ, മിണ്ടാൻ. അയാൾ നടക്കുന്നിടയിൽ അവളെ നോക്കി. നടക്കുമ്പോൾ ഇരുവരും തമ്മിൽ അകലമില്ലായിരുന്നു. തോളുകൾ തമ്മിൽ കൂട്ടി ഒരുമി ചുംബിച്ചുകൊണ്ടിരുന്നു. ഇരുവരും മാറാതെ തന്നെ നടന്നു. മാഷേ ഒന്ന് നിൽക്കോ? കമല നടത്തം നിർത്തിക്കൊണ്ട് ചോദിച്ചു. എന്താടോ? സച്ചി തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. കമല ബാഗിൽ നിന്നും ബുക്ക് അയാൾക്കെടുത്ത് നീട്ടി. ഇത് മാഷിനുള്ളതാ. അവൾ തൻ്റെ കരിവളയിട്ട കൈകൾ അയാളുടെ കൈകളെ പുണർന്നുകൊണ്ട് അതിലേക്ക് വെച്ചു കൊടുത്തു. എന്തിനാണെന്നും ചോദിക്കരുത്, എനിക്ക് തോന്നി ഞാൻ തന്നു. കമല തൻ്റെ മുഖം ഉയർത്താതെ അവന് ദസ്യമായി നിന്നുകൊണ്ട് പറഞ്ഞു. സച്ചി പുസ്തകമൊന്ന് മറിച്ചു നോക്കി. അവളുടെ കൈപ്പടയിലുള്ള വാക്കുകളിൽ കണ്ണുകൾ ഓടിച്ചുകൊണ്ട് ചുണ്ടനക്കി. അത് വായിച്ചു. അയാളുടെ ഇളം കാപ്പി നിറമുള്ള ആദരങ്ങളിൽ പ്രണയം തുളുമ്പി നിന്നു. പുസ്തകം സഞ്ചിയിലേക്കിട്ട് സച്ചിയും എന്തോ ഒന്ന് തിരഞ്ഞത് കിട്ടിയതുപോലെ അയാളത് അവൾക്ക് നീട്ടി. ചെറിയ അളുക്കിൽ ചുവന്ന ഒരുതരം വിത്തുകളായിരുന്നു. കമലയുടെ മുഖമൊന്ന് സംശയത്താൽ മാറി മറിയുന്നത് അയാൾ ശ്രദ്ധിച്ചു. മാഷേ ഇത് എന്താന്ന് മനസ്സിലായോ തനിക്ക്? ഇതാണ് നീർമാതളത്തിൻ്റെ വിത്തുകൾ. തനിക്ക് ഏറെ പ്രിയപ്പെട്ടവ. ഒത്തിരി അലഞ്ഞോട്ടോ ഇതിന്. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ വഴി സംഘടിപ്പിച്ചു. അവളുടെ കണ്ണുകൾ അയാളെ വീർപ്പ് മുട്ടിക്കുകയായിരുന്നു. സ്നേഹമാണോ പ്രണയമാണോ എന്നൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. ഒരു നിമിഷം അവൾ പരിസരം മറന്നു. വിത്തുകളെ അഴുക്ക് പിടിച്ച അയാളുടെ കൈകൾ അവൾ കവർന്നു. ചുറ്റുമൊന്ന് നോക്കി. തണുപ്പാർന്ന നീണ്ട വിരലുകളിൽ അവൾ തൻ്റെ നനുത്ത അതിർത്താൽ ചുംബനം ചാർത്തി. സച്ചി പ്രണയം തുളുമ്പുന്ന അവളുടെ കണ്ണുകൾ കോർത്തുകൊണ്ട് നിന്നു. കമലയുടെ കൈകൾക്ക് തണുപ്പാണ്. അയാൾ ഇടംബലമൊന്ന് നോക്കി. അവളെ കൈകളിൽ കൈകോർത്ത് പതിയെ വലിച്ച് മാറോട് ചേർത്തു. കമലയുടെയും സച്ചിയുടെയും ഹൃദയങ്ങൾ തമ്മിൽ ഒന്ന് തൊട്ടുരുമി. പക്ഷെ കുറച്ചേറെ അവൾ അവരിലേക്ക് ചേർന്ന് പോയിരുന്നു. അതറിഞ്ഞെന്നോണം കമലയും സച്ചിയും ഒന്ന് വിറകൊണ്ടു. കയ്യിലെ വിത്തിൻ്റെ ആൾക്ക് അവൾ മുറുക്കി. പൊടുന്നനെ അവൾ അകന്ന് മാറി. എന്താ മാഷേ, ആരെങ്കിലും വന്ന് കണ്ടെങ്കിലോ? അരുണാഭമായ മുഖത്തോടു കൂടി അവൾ തല താഴ്ത്തി ചോദിച്ചു. എനിക്ക് എന്തോ തോന്നിയത് അങ്ങനെ തന്നെ നിന്നിൽ കാട്ടണം തോന്നി. നീ അതേറെ കൊതിച്ചതല്ലേ കമല? അവളെങ്ങോ നോക്കി. ഇല്ലെന്ന് പറഞ്ഞാൽ കള്ളമാകും. അപ്പോൾ ഉണ്ടെന്ന് തന്നെയല്ലേ? കമലയൊന്നും സംസാരിച്ചില്ല. അവൾക്ക് തൊണ്ടയൊന്നാകെ വറ്റി വരണ്ടു പോയതുപോലെയും ശരീരമാകെ കുളിര് മൂടുന്ന പോലെയും തോന്നുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും സംസാരിച്ചാൽ അവളിൽ വാക്കുകൾ മുറിഞ്ഞു പോകുമെന്ന് അവൾ ഭയപ്പെട്ടു. നടത്തത്തിനിടയിൽ അവർ പരസ്പരം ഒന്നും സംസാരിച്ചില്ല. കാറ്റ് ഇരുവരെയും പുലുകിക്കൊണ്ട് കടന്നുപോയി. വഴിയരികിലെ മരങ്ങൾ അവർക്ക് മേൽ പുഷ്പങ്ങൾ ചൊരിഞ്ഞു. അവളായിട്ട് തന്നെ മിണ്ടി. മാഷ് വരുന്നോ? നാട്ടിൽ കളമെഴുത്തും പാട്ടുമുണ്ട്. വന്നാൽ കണ്ടിട്ട് പോവാം. കളം എഴുതുന്നത് ഒന്നും ഞാൻ കാണില്ല വേണേ. നിന്നിലായിരിക്കും എൻ്റെ മിഴികൾ മുഴുവനും. നിന്നിലായിരിക്കും ഞാൻ നിറം ചാർത്തുന്നത്. ഏറെ നിറങ്ങൾ കൊണ്ട് ഒരൊറ്റ നിറമാവുന്നത്. വരേണ്ട സമയം ദിവസവും പറഞ്ഞാൽ മതി. നാളുകൾ അവരുടെ മുൻപിൽ നിറഞ്ഞു നിന്നു. ഓരോ ദിനവും അവർ പ്രണയം പൂക്കുന്നതും തളിർക്കുന്നതും നോക്കിക്കണ്ടു. അയാളിലെ കവിതകൾ അവളായി മാറി. അവളുടെ സ്വപ്നങ്ങളിലും ജാഗ്രതയിലും അയാൾ നിറഞ്ഞു നിന്നു.